നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20 വിജയിച്ചുകൊണ്ട് 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തിയിരിക്കുകയാണ്. നമുക്കപ്പം MSK സ്വാഗതം. മൂന്നാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം താരതമ്യേന ചെറിയ ടോട്ടൽ 118 റൺസ് മാത്രമാണ് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അതിലേക്ക് വലിയ പരിക്കില്ലാതെ ഇന്ത്യ കയറി എന്നുള്ളതാണ് പ്രത്യേകത. എടുത്തു പറയാനുള്ളത് ശുഭ്മാൻ ഗില്ല് 28 ഇതില് ഇന്ത്യ ഒരു കോംപ്രഹെൻസീവ് വിൻ എന്ന് പറയാം. കാരണം വളരെ അനായാസമുള്ള ഒരു ജയമാണ്. ഇതിലിപ്പം ശുഭ്മാൻ ഗിൽ 28 പന്തിൽ 28 റൺസ് അടിച്ചതും ഇന്ത്യക്ക് അത്ര ദോഷമായിട്ടൊന്നും വന്നിട്ടില്ല. ഇന്ത്യ ജയിക്കുമ്പോൾ കാരണം അത്രയും ലോ സ്കോറാണ്. ശുഭ്മാൻ ഗിൽ ഒരു പ്രോപ്പർ ശരിക്കും ഒരു ടെസ്റ്റ് പ്ലേ രീതിയിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റുകൾ ഉള്ളത് ഒരു ടെസ്റ്റ് ശൈലിയിൽ കളിച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ മുട്ടി കളിച്ചു. പക്ഷേ ഇന്നത്തെ കളിയിൽ നോക്കുമ്പോൾ അതൊരു സെൻസിബിൾ ഇന്നിങ്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര റൺസ് മതി. ഒരു 180+ ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഇതിനെ നമുക്ക് വിമർശിക്കാമായിരുന്നു. പക്ഷെ ഇത്രയും ലോ സ്കോർ, ഒരു 117 റൺസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്ത് നിന്നും അഭിഷേക് ശർമ്മ അടിച്ചു കളിക്കുകയാണ്. അഭിഷേക് ശർമ്മയുടെ ഫോം നിർണായകമാണ്. ഫസ്റ്റ് പന്തിൽ തന്നെ 6 അടിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 3 പ്രാവശ്യം അദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അഭിഷേകിൽ എത്രത്തോളം ഇന്ത്യ ആശ്രയിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അഭിഷേക് ശർമ്മ ഫോം ആകുകയാണെങ്കിൽ ഇന്ത്യക്ക് വിജയം എളുപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. മറുവശം നോക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റുകളൊക്കെ വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം ഡീകോക്കിന്റെ ഫോമാണ്. അദ്ദേഹം വൺ ഡേയിൽ മികച്ച ഫോമാണ്. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം വൺ ഡേയിൽ മികച്ച ഫോമിൽ കളിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, സെഞ്ചുറി അടക്കം നേടിയത് കണ്ടിട്ടുണ്ട്. പക്ഷേ T20 വരുമ്പോൾ കഴിഞ്ഞ 5 T20 മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 4 മത്സരങ്ങളിലും, കഴിഞ്ഞ മത്സരത്തിലെ ആ 90 ഒഴിച്ചു നിർത്തിയാൽ 4 മത്സരത്തിലും ലോ സ്കോറാണ്. 10ൽ താഴെയാണ് അദ്ദേഹത്തിന്റെ റൺസ് ഉള്ളത്. 2 തവണ ഡെക്കിന് പുറത്തായി, 1 തവണ 1-ന് പുറത്തായി, 1 തവണ 7 റൺസിന് പുറത്തായി. അപ്പൊ ഡീകോക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ശേഷം 2020 അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്യന്തം പരിതാപകരമാണ്. അത് സൗത്ത് ആഫ്രിക്കക്ക് വിനയായ ഒരു മത്സരമായിരുന്നു. അപ്പുറത്ത് ആകെ എയ്ഡൻ മാർക്രം, അദ്ദേഹം മാത്രമാണ് ഒരു ക്യാപ്റ്റന്റെ അതെ ആ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചത്. മാത്രമല്ല ഇന്ത്യൻ ബോളേഴ്സ് ഒക്കെ, ഇപ്പൊ ഹർഷദീപ് സിംഗ് ഒക്കെ കഴിഞ്ഞ മത്സരത്തിൽ 7 വൈഡൊക്കെ എറിഞ്ഞ് അത്രയും വലിയ രീതിയിൽ ഒരു നാണക്കേടിന്റെ റെക്കോർഡൊക്കെ വായിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കൃത്യമായും ഈ മത്സരത്തിൽ തിരിച്ചു വന്നു, മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഹർഷിത് റാണയും നന്നായി പന്തെറിഞ്ഞു. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ ബോളേഴ്സ് ഒക്കെ തിരിച്ചു വന്നു. ബുംറയുടെ അഭാവത്തിൽ, ബുംറ പേഴ്സണൽ കാരണം കൊണ്ട് അദ്ദേഹം ഈ മത്സരത്തിൽ കളിച്ചിട്ടില്ല. അപ്പം മറ്റൊരു കാര്യം, സഞ്ജു സാംസൺ, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സഞ്ജു സാംസണ് ഈ മത്സരത്തിലും അവസരം ലഭിച്ചിട്ടില്ല. അതൊരു നമ്മളിപ്പം ഒരുപാട് പറഞ്ഞ് അതൊരു സ്ഥിരം കാഴ്ചയായി മാറി. അപ്പൊ അത് പിന്നെയും നമ്മളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇന്ത്യ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, അടുത്ത ലോകകപ്പിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ലിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ കൃത്യമായ ഇത്രേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ ലോകകപ്പ് പ്ലാനിൽ സഞ്ജു സാംസൺ ഇല്ല, പ്ലേയിങ് 11-ൽ ഇല്ല. ടീമിൽ അവസരം വ്യക്തമായി കഴിഞ്ഞു. അത് ഇനിയിപ്പോ അടുത്ത റൗണ്ട് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് ഉറപ്പാക്കിയ ശേഷം അവശേഷിക്കുന്ന അപ്രസക്തമായ 1-2 മത്സരങ്ങളുണ്ടെങ്കിൽ അതിൽ കളിപ്പിച്ചേക്കാം. അതല്ലാതെ നമ്മളൊരു ലോകകപ്പ് പ്ലാൻ എന്ന് പറയുമ്പോൾ ടീമിൽ ഉണ്ടാകും, വാട്ടർ ബോയ് ആയിട്ടുണ്ടാകും. പക്ഷെ അതല്ല, കളിക്കുന്ന ടീമിൽ ഇല്ല. അത് ഉറപ്പായിട്ടും ഓപ്പണിംഗ് സ്ലോട്ടില് ശുഭ്മാൻ ഗില്ല് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. വിക്കറ്റ് കീപ്പറായിട്ട് ഫിനിഷർ റോളില് അത് ജിതേഷ് തന്നെയാണ്, അതിലും ഒരു മാറ്റവുമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടെങ്കിൽ ഇത്രയും മറുപടികൾക്കിടയിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു മാറ്റം വരുത്തണമായിരുന്നു. കാരണം കഴിഞ്ഞ 2 മത്സരത്തിലും വളരെ മോശം പ്രകടനമായിരുന്നു ഗില്ല് നടത്തിയത്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. അതായത് ഈ മത്സരത്തിലും അങ്ങനെ ആദ്യത്തെ മത്സരത്തില് ഗില്ല് പുറത്താവുമ്പോൾ മാഗി ട്രോൾ എല്ലാം ട്വിറ്ററിൽ ഭയങ്കര ട്രെൻഡായിരുന്നു. മാഗി വേവേണ്ട സമയം പോലും ആയില്ല, അതിനു മുമ്പ് തന്നെ ഗില്ല് ഔട്ട് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടാമത്തെ മത്സരത്തിലേക്ക് ഗോൾഡൻ ഡേക്ക് വന്നപ്പോൾ മാഗി വേവിക്കണമെങ്കിൽ അതിന് വെള്ളം ചൂടാക്കണമല്ലോ, അതിനുള്ള സമയം പോലും നിൽക്കാതെ പുറത്തായെന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത ട്രോള് വന്നത്. ഈ മത്സരത്തിലേക്ക് വന്നപ്പോഴും ആദ്യത്തെ തന്നെ ഗോൾഡൻ ഡേക്ക് ആവേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഒരു എഡ്ജ് ജസ്റ്റ് എസ്കേപ്പ് ആണ് അദ്ദേഹം വന്നത്. LB റിവ്യൂ കൊടുത്ത് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. എന്നിട്ട് പോലും ഒരു ശരിക്കും ത്രൂ ഔട്ട് നിൽക്കാവുന്ന ഒരു കാരണം, ഒരുപാട് പന്തുണ്ടായിരുന്നു, മറുവശത്ത് നന്നായിട്ട് ആക്രമിച്ച് കളിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്കോർ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഗില്ലിന്റെ ഒരു കളി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു T20 ഓപ്പണർക്ക് വേണ്ട കളി എടുക്കാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല. 28 റൺസ് എടുത്തു, 28 പന്ത് അതിനെടുത്തു എന്നുള്ളതാണ്. അത്രമാത്രം മാരകമായ ഒരു പിച്ചു ആയിരുന്നില്ല അവിടെ. ഇന്ത്യയുടെ കണ്ടീഷൻസ് എല്ലാം ഇന്ത്യക്ക് ഓക്കെ ആയിരുന്നു. ഒരു സമ്മർദ്ദവും ഇല്ലാതെ കളിക്കാമായിരുന്നു. 118 റൺസേ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എല്ലാം മുന്നിലുണ്ടായിട്ട് പോലും വേണ്ടത്ര ഒരു നല്ല സ്കോർ വന്നില്ല. പക്ഷെ
ഗില്ലിന്റെ കഴിഞ്ഞ കുറച്ച് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 28 വലിയ സ്കോറാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ലോ സ്കോർ ഉണ്ട്. ഇപ്പൊ ലോ സ്കോർ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം, കാരണം അത്രയും നമ്മളിപ്പോ പറയുന്നത് പോലെ തന്നെ ഈ ഗില്ലും അതേ സമ്മർദ്ദത്തിലായിരിക്കും. ഉറപ്പായിട്ടും ഇപ്പൊ അവർക്ക് ഈ സോഷ്യൽ മീഡിയ അവർ കാണുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം BCCI ഒരു പോസ്റ്റ് ഇടുന്നു ഇന്ത്യയുടെ കളിയുമായി ബന്ധപ്പെട്ട്. അതിന്റെ അടിയിലെ കമന്റുകളെല്ലാം മലയാളികളല്ല, ഇന്ത്യ മൊത്തമുള്ള പല സ്റ്റേറ്റുകളിലുള്ള ആരാധകർ കമന്റ് അടിക്കുക, സഞ്ജു സാംസൺ ഷുഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരുന്നു. ഈ നമ്മളെ താരങ്ങളല്ല ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് മറ്റു അല്ലെങ്കിൽ പ്രാക്ടീസിന്റെ ഫോട്ടോസ് ഇടുമ്പോൾ എടുത്തു നോക്കുമ്പോൾ മറ്റ് ഏത് താരത്തെക്കാളും 10-15 ഇരട്ടി ലൈക്കും കമന്റ്സും സഞ്ജുവിനുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരെ പലതരത്തിലും അസ്വസ്ഥപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ഏഷ്യ കപ്പിന്റെ സമയത്ത് ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, ഇന്ത്യന്റെയും ബസ് ഇറങ്ങിയിട്ട് നടന്നു പോവാണ്. എല്ലാ ചാണ്ടും, അതായത് ഗില്ല് ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്, സൂര്യനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ചാണ്ടും സഞ്ജുവിനാണ്. സഞ്ജു വിളിയാണ്. അപ്പോൾ ഗില്ല് ക്യാമറയിൽ പെട്ടിട്ടുണ്ട്. ഗില്ല് എന്തോ ദേഷ്യമൊക്കെ വന്നൊരു മുഖത്തോടെ മൈൻഡാക്കാതെ അങ്ങ് സ്പീഡിൽ അങ്ങ് നടന്നു പോകുന്നു. സൂര്യ പക്ഷേ സഞ്ജുവിനെ തോളത്ത് കൈ പിടിച്ച് ഇങ്ങനെ കാണിച്ച് അങ്ങനെ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സഞ്ജുവിനുള്ള ഒരു ഫാൻ ബേസും പലതരത്തിലും ഇവരൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും. തീർച്ചയായിട്ടും. ആക്ച്വലി ഇപ്പൊ സൂര്യ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പറയാൻ വിചാരിച്ചത് മാഗി ട്രോൾ. ആ ഒരു മാഗി ട്രോൾ ഇന്നും ഫസ്റ്റ് പന്തിൽ തന്നെ അദ്ദേഹം ഔട്ട് ആവേണ്ടതായിരുന്നു. ജസ്റ്റ് മാഗി ട്രോളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ മാഗി ട്രോളിന് ഒരു കഥയുണ്ട്, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആക്ച്വലി ഈ മാഗി ട്രോൾ എന്ന് പറയുമ്പോൾ മുമ്പ് ഇതേപോലെ മാഗി ട്രോൾ വാങ്ങിയൊരു താരം എന്നുള്ളത് പൃഥ്വി ഷായാണ്. പൃഥ്വി ഷാ IPL കളിക്കുന്ന സമയത്ത് അദ്ദേഹം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് പെട്ടെന്ന്, അതായത് ഒരു പന്തിൽ ഡക്ക്, 2 പന്തിൽ ഡക്ക്, ഡൽഹിക്ക് വേണ്ടി കളിച്ചിരുന്ന സമയത്ത് അപ്പൊ തുടർച്ചയായ ഡക്കുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഓപ്പണറായിട്ട് ഇറങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഗ്രൗണ്ട് ക്രീസിൽ നിന്ന് മടങ്ങുന്നു. ആ ഒരു സമയത്താണ് ഈ മാഗി ട്രോൾ ട്രെൻഡായത്. ആ സമയത്ത് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളിൽ ഒന്നാണ് പൃഥ്വി ഷാ കളിക്കുമ്പോഴത്തേക്കും ഇറങ്ങുമ്പോഴത്തേക്കും മാഗി ഒന്ന് പ്രിപ്പയർ ചെയ്തപ്പോൾ മാഗി അദ്ദേഹം കഴിക്കുന്നത് പോലുള്ള മീമുകള്. അതായത് എന്റെ അന്ന് റിക്കി പോണ്ടിങ് ആയിരുന്നു അവരുടെ കോച്ച്. അപ്പം എന്റെ മാഗി ആയോ അമ്മാവ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെല്ലുന്ന അങ്ങനെ ട്രോളുകൾ ഉണ്ടായിരുന്നു. അതോടെ നിൽക്കട്ടെ, നമുക്ക് സൂര്യയിലേക്ക് വരുമ്പോൾ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ T20 ലോകകപ്പില് ഗില്ലിന്റെ ഫോമിനേക്കാളും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം. ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആണ്, BCCIയുടെ നെക്സ്റ്റ് പോസ്റ്റർ പോയാണ്. സൂര്യ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ടീമിലേക്ക് വന്നു. കഴിഞ്ഞ 21 ഇന്നിംഗ്സിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ റൺസുകൾ ഏറ്റവും കൂടുതലുള്ളത് സിംഗിൾ ഡിജിറ്റ് ആണ് എന്നുള്ളത് വലിയ പേടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. 1 ഡൗൺ ബാറ്ററും കൂടിയാണ്. അപ്പൊ തിലക് അഡ്വാൻസ് കയറുകയാണെങ്കിൽ മാത്രം 4ാം നമ്പറിൽ കളിക്കുന്ന, അല്ലെങ്കിൽ 3ാം നമ്പറിൽ കളിക്കുന്ന, സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്ന, ഇന്ത്യക്ക് വലിയ സ്കോർ സമ്മാനിക്കേണ്ട പ്ലെയർ ആണ്. സിംഗിൾ ഡിജിറ്റിൽ കൂടുതൽ പുറത്താവുന്നു. 21 ഇന്നിംഗ്സിൽ ഒരു 50 പോലും ഇല്ല എന്നുള്ള വലിയ പേടിപ്പിക്കുന്ന ഒരു കണക്കാണത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും ഈ സൂര്യയുടെ ഫോം തന്നെയായിരിക്കും വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം. കാരണം സൂര്യ നമുക്കറിയാം, അദ്ദേഹം ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് വളരെ ഫ്രീ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ്. അദ്ദേഹം റൺസ് എടുക്കുക, അതേ ക്രീസിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹം ജയിപ്പിക്കും, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അനായാസം ഒരു ഫൺ രൂപത്തിൽ റൺസുകൾ എടുത്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ക്യാപ്റ്റൻ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫോമിൽ വലിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ മത്സരത്തിലടക്കം അദ്ദേഹം 12 റൺസിന് പുറത്താകുകയാണ്. 2 നല്ല ബൗണ്ടറികൾ നേടി ഒരു ഫോമിന്റെ മുന്നിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്ന സൂചന നൽകിയതിനു ശേഷം അദ്ദേഹം ആ ലെഗ് സൈഡിലേക്ക് വരുന്ന പന്തുകളിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം ട്രേഡ് മാർക്ക് 6ന് ശ്രമിക്കുന്നതായിരിക്കാം. പക്ഷെ അത് പിന്നെ അദ്ദേഹം ഒരു 10 അതുപോലത്തെ ഷോട്ടുകൾ കളിച്ചിട്ടുണ്ടെങ്കിൽ 7 എണ്ണവും 6ന് പറക്കുന്ന തരത്തിലുള്ള ഷോട്ടുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് ഇപ്പൊ 7 ആ ഒരു പ്രൊപ്പോർഷൻ മാറിയിട്ടുണ്ട്. അതൊരു 3 എണ്ണം മാത്രമാണ് 6ന് പോകുന്നത്. ഇപ്പൊ 7 എണ്ണവും ഇതുപോലെ ക്യാച്ച് ഔട്ട് ആവുന്നു അല്ലെങ്കിൽ ഔട്ട് ആവുന്നു. അദ്ദേഹം മത്സരത്തിന് ശേഷം പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ കാത്തിരിക്കണം, നല്ല സമയത്തിന് വേണ്ടി ഇപ്പൊ ഇന്നത്തെ മത്സരത്തിന് ശേഷം പോസ്റ്റ് മാച്ചിൽ പറയുന്നതാണ്, ഇന്ന് മത്സരത്തിന് വേണ്ടി കാത്തിരിക്കണം. ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, പുള്ളി പറയുന്നതാണ്. നെറ്റ്സിലെല്ലാം കൃത്യമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് എന്നൊരു പ്രയോഗമാണ് സൂര്യ തന്നെ തന്റെ ഫോമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒന്ന് വേറൊന്നുണ്ട്, ഗംഭീറിന്റെ സപ്പോർട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്യാപ്റ്റനാണ്, പുറത്താക്കൂല എന്നുള്ളൊരു ധൈര്യമുണ്ട്. ആ രീതിയിലൊക്കെ കളിക്കാം. ആ ഒരു ന്യായീകരണം രസമുള്ള ന്യായീകരണം. പക്ഷേ ഔട്ട് ഓഫ് റൺസ് ഇതേപോലത്തെ ഒരു ന്യായീകരണം മുമ്പ് രോഹിത് ശർമ്മ നടത്തിയിട്ടുണ്ട്. അതായത് സൂര്യകുമാർ യാദവിന് 2023 സമയത്ത് അദ്ദേഹത്തിന്റെ T20 ഫോം കണ്ടിട്ട് ടെസ്റ്റ് ടീമിലേക്കും അതുപോലെ തന്നെ ഏകദിന ടീമിലേക്കും എടുത്തു. ഏകദിന ടീമിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര, ആ ഒരു പരമ്പരയിൽ തുടർച്ചയായിട്ട് 3 തവണ ഫസ്റ്റ് ബോളിന് അദ്ദേഹം ഔട്ട് ആകാണ് സൂര്യകുമാർ യാദവ്. അതിനുശേഷം അതാണ് അദ്ദേഹം ഏകദിന ടീമിൽ നിന്നും ഔട്ട് ആവുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തെ ഏകദിന ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം പിന്നെ തുടർച്ചയായി സ്റ്റാർക്കിന്റെ പന്തുകളിൽ ഫസ്റ്റ് വൺ ഡേയിൽ സ്റ്റാർക്കിന്റെ പന്തിൽ ഔട്ട് ആവുന്നു, ഗോൾഡൻ ഡക്ക്. സെക്കൻഡ് വൺ ഡേയിലും ഗോൾഡൻ ഡക്ക്.
മൂന്നാമത്തെ വൺ ഡേ ആകുമ്പോൾ ഇദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ ഈ മത്സരത്തിൽ റൺ എടുക്കുമോ അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ അദ്ദേഹത്തെ ഒരുപാട് ഒരു 8ാമനായിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ ടീം ഇറക്കിയത്. 38-39 ഓവറിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ആ മത്സരത്തിലും ഗോൾഡൻ ഡെക്ക്. അതിനുശേഷം രോഹിത് ശർമ്മ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് സൂര്യയുടെ ഫോമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിക്കും. പുള്ളി പറയുന്നത് അദ്ദേഹം വെറും 3 പന്തുകൾ മാത്രമേ ഈ പരമ്പരയിൽ നേരിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം ഫോമിലാണെന്ന് വിലയിരുത്താൻ പറ്റില്ല. ഒരുപാട് പന്തുകൾ നേരിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് റൺസ് എടുക്കുമായിരുന്നു. 3 നല്ല പന്തുകളാണ് നേരിട്ടത്. അപ്പൊ വെറും 3 പന്തുകൾ നേരിട്ട ഒരാളെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയെ സപ്പോർട്ട് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ സൂര്യ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണെന്ന് പറയുമ്പോൾ വളരെ രസകരമായ ഒരു ന്യായീകരണമാണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. ഇപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ പോകുമ്പോൾ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾക്ക് കുറ്റം മാത്രമേ ഉള്ളൂ, അപ്പൊ അതുപോലെ തന്നെ കുറ്റം പറയാനായിട്ട് ഇറങ്ങിയല്ലോ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളായിരിക്കും. ഒന്ന് രണ്ട് നല്ലതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. അപ്പൊ സൂര്യ ബാറ്റർ എന്നുള്ള നിലയ്ക്ക് അട്ടർ ഫ്ലോപ്പ് ആണെങ്കിലും ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അസാധ്യ ക്യാപ്റ്റനാണ്. അസാധ്യ വിന്നിംഗ് റെക്കോർഡാണ് T20 അദ്ദേഹത്തിനുള്ളതെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം ഓസ്ട്രേലിയക്കെതിരെ വിന്നിംഗ് ക്യാപ്റ്റനായിട്ട് പരമ്പര നേടിക്കൊണ്ട് തുടങ്ങി. അവസാനം കഴിഞ്ഞ സീരീസും ഓസ്ട്രേലിയക്കെതിരെ തന്നെ പരമ്പര സ്വന്തമാക്കി. ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, അതായത് ടെസ്റ്റ് നമ്മൾ കൈവിട്ടെങ്കിലും ഏകദിനം നമ്മൾ അവിടെ വിജയിച്ചു. ഇപ്പോൾ T20 വരുമ്പോൾ സൂര്യയുടെ കീഴിൽ ഇപ്പോൾ 2-1 ഇപ്പോൾ നമ്മൾ ലീഡാണ്. 2 മത്സരമാണ് ബാക്കിയുള്ളത്. അതിൽ ഒരു മത്സരം ജയിച്ചാൽ തന്നെ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാമെന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഇന്ത്യ 2 ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്. ആ 2 ചേഞ്ചസിൽ രണ്ടും ക്രൂഷ്യൽ തന്നെയാണ്, നിർണായകമായി വിക്കറ്റിലെ കാര്യത്തിലെല്ലാം. പ്രത്യേകിച്ച് ഹർഷ്ദീപ് സിംഗ് പതിവ് പോലെ ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്ന ഒരു ശീലം പുള്ളിക്കുണ്ട്. അതിവിടെയും ആവർത്തിച്ചു. ആദ്യ ഓവറിൽ വിക്കറ്റ് തന്നു. 2ാമത്തെ ഓവറിൽ പകരം വന്ന ഹർഷിത് റാണ വിക്കറ്റ് എടുക്കുകയാണ്. അതും അപകടകാരിയായ, അതെ അപകടകാരിയായ ഡീകോക്കിന്റെ ഉൾപ്പെടെ വിക്കറ്റ്. അപ്പം അങ്ങനെ അത്തരത്തിൽ ക്രൂഷ്യൽ 2 വിക്കറ്റ്. അദ്ദേഹം കുറച്ച് അടി വാങ്ങിച്ചു പതിവ് പോലെ. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം നേടിയ 2 വിക്കറ്റുകളും വളരെ ക്രൂഷ്യൽ തന്നെയായിരുന്നു. ഒപ്പം ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പെർഫോമൻസ് കൂടി, അതിൽ ഒരു വലിയൊരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് T20 1000 റൺസും 100 വിക്കറ്റുമുള്ള ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടം അദ്ദേഹം സ്വന്തമാക്കി. ഒപ്പം 1000 റൺസും 100 വിക്കറ്റുമുള്ള ലോകത്തിലെ ആദ്യത്തെ പേസ് ഓൾറൗണ്ടർ എന്നുള്ള റെക്കോർഡ് കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളൊരു ഒരു വലിയ കാര്യം. അദ്ദേഹത്തിന് തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. എന്തായാലും ഒരു വലിയ ബൂസ്റ്റാണ്. അതും ഒരു മാച്ച് വിന്നർ തന്നെയാണ്. തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യയുടെ ഫോം, അദ്ദേഹം ഈ 100 വിക്കറ്റ് എടുത്തു എന്നുള്ളത് ഇന്ന് കാണുമ്പോഴാണ് നമുക്ക് അദ്ദേഹം 100 വിക്കറ്റ് എടുത്തു എന്ന് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആണ് നമ്മൾ കൂടുതലും ആശ്രയിച്ചത്. പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹം എല്ലാ മത്സരത്തിലും 4 ഓവർ എറിയാറുണ്ട്, വിക്കറ്റുകൾ നേടാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വിക്കറ്റ് നേട്ടം നമ്മൾ അങ്ങനെ കൊണ്ടാടാറില്ല. പക്ഷെ ഇപ്പൊ 100 വിക്കറ്റ് ആയി എന്ന് അറിയുമ്പോഴാണ് ഇദ്ദേഹം ഇത്രയും 100 വിക്കറ്റ് ഇതിനൊക്കെ എപ്പോ എടുത്തു എന്ന് നമുക്ക് രണ്ടുപേരും ഒരേ സമയത്താണ് ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് അരങ്ങേറുന്നത്. ബുംറയും ഹാർദിക് പാണ്ഡ്യയും രണ്ടുപേരും 100 വിക്കറ്റ് നയിക്കുന്നതും ഒരേ സീരീസിലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി. ഒരു പ്രോപ്പർ ബോളർ 100 വിക്കറ്റ് നേടുന്നത് നമുക്ക് അംഗീകരിക്കാം. ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ബാറ്റിംഗിൽ അത്രത്തോളം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഫീൽഡിംഗിൽ ഒരു ടോട്ടൽ 3D പ്ലെയർ ആണ്. എല്ലാ മേഖലയിലും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ്. ഇഞ്ചുറിമാരെ അദ്ദേഹം തിരിച്ചു വന്നു തന്നെയാണ് ഇന്ത്യക്ക് വലിയ. ഇപ്പോ അടുത്ത ന്യൂസിലൻഡ് സീരീസ് ആയാലും പിന്നീട് ഇന്ത്യയിൽ വെച്ച് തന്നെ നടക്കുന്ന T20 ലോകകപ്പിലായാലും ഹാർദിക്കിന്റെ ഒരു വരവ്, അദ്ദേഹത്തിന്റെ ഫോം ഇന്ത്യക്ക് വളരെ 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 ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം സൂര്യയും ABDയും കമ്പയർ ചെയ്തിട്ട് T20 മത്സരങ്ങളിൽ സൂര്യയാണ് ABDയേക്കാൾ മികച്ച രീതിയിൽ നല്ല കമന്റുകളും ഉണ്ട് അതിന്. പക്ഷെ ആക്ച്വലി നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് സൂര്യയുടെ ഇപ്പോഴത്തെ ഫോം ഡിപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു ക്യാപ്റ്റനായതിനു ശേഷമുള്ള. പക്ഷെ T20 മത്സരങ്ങളിൽ ABDയേക്കാളും റെക്കോർഡ് ഉള്ളതും ABDയേക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളതും ABDയേക്കാൾ കൂടുതൽ സെഞ്ചുറികൾ ഉള്ളതും എല്ലാം സൂര്യക്ക് തന്നെയാണ്. അദ്ദേഹം ABDയിൽ ഒരു അദ്ദേഹം T20 ഒരു ഗോട്ട് ലെവലുള്ള, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നുള്ളത് ABDയേക്കാൾ ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ഒരുപാട് കളിച്ച താരം തന്നെയാണ് T20 സൂര്യ. അപ്പൊ അദ്ദേഹം ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ നടത്തേണ്ടത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുന്നേറ്റത്തിനും വലിയ ക്രൂഷ്യൽ തന്നെയാവുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ കണ്ടീഷൻ എല്ലാ ടീമുകളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇന്ത്യക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പണി കിട്ടുന്നതെല്ലാം സ്വന്തം നാട്ടിൽ വെച്ചിട്ട് തന്നെയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന് നയിക്കേണ്ട നായകനും വൈസ് ക്യാപ്റ്റനും തന്നെ ആ രീതിയിൽ ഉത്തരവാദിത്തമുള്ള പ്രകടനം, കുറെ കൂടി മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇനിയുള്ള 2 മത്സരങ്ങൾ, അപ്പോൾ ഇന്ത്യയുടെ ഇപ്പൊ 2-1 മുന്നിലാണ്. എന്തായിരിക്കും ഒരു ഫലം, ഈ ഒരു പരമ്പരയുടെ ഫലം? തീർച്ചയായിട്ടും ശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടൊരു 4-1. നമ്മൾ ഫസ്റ്റ് മാച്ചിന്റെ തൊട്ട് മുമ്പ് നടന്ന ടാക്ടിക്സിൽ നമ്മൾ ആ രീതിയിലായിരുന്നു നമ്മളൊരു പ്രൊഡിക്ഷനൊക്കെ പോയിരുന്നത്. ടൈറ്റ് ആയിരിക്കും, നല്ലൊരു
3-2 അല്ലെങ്കിൽ ഒരു 4-1 ലെവലിലായിരിക്കും ഇന്ത്യ പോവുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് സൂര്യ ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹം എല്ലാ സീരീസും അതിന്റെ ഇടയിൽ ഒരു ഏഷ്യ കപ്പ് ഉൾപ്പെടെ സ്വന്തമാക്കി ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് മികച്ച പെർഫോമൻസ് ആണ്. ബാറ്റർ എന്ന സൂര്യയെ മാത്രമാണ് നമുക്ക് ഇപ്പോഴൊരു ആശങ്കയുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഫോം, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിന് തന്നെയാണ് ആവശ്യം, പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഉള്ള സമയത്ത്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ ജയം നോക്കുമ്പോൾ പോലും ഇന്ത്യ ഇത്രയും ലോ സ്കോർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും വളരെ പതുക്കെ കളിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കക്കും തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം അവരുടെ ബോളിംഗിൽ ഒരു സമയത്ത് ബൗണ്ടറി പോലും ഇല്ലാത്ത 4-5 ഓവറൊക്കെ കടന്നു പോയിരുന്നു. സൂര്യ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ 2 ബൗണ്ടറികൾ വന്നത്. അപ്പം തിലകൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു അവസ്ഥ നമ്മൾ ഇടയ്ക്ക് കാണുകയുണ്ടായി. ഷുമാങ്കിലും 28 റൺസ് എടുത്തെങ്കിലും അദ്ദേഹം നേടിയ 3 ബൗണ്ടറികളും ഒരു എഡ്ജ് ടൈപ്പ് ബൗണ്ടറികളായിരുന്നു. തിലകും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വന്നപ്പോ ഇന്ത്യ ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ആദ്യത്തെ 8 പേര് വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന താരങ്ങള്. എന്നാൽ പോലും അഭിഷേക് ശർമ്മയെ മാത്രം നമുക്ക് കണ്ണടച്ച് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പ്രോപ്പർ T20 ഇന്നിങ്സ് കളിക്കുന്ന താരമാണ്. അത് എത്ര വലിയ സ്കോറാണെങ്കിലും ചെറിയ സ്കോറാണെങ്കിലും അഭിഷേക് ഉണ്ട്. അപ്പൊ ഓക്കെ, അഭിഷേക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പ്രതീക്ഷകളെല്ലാം പോയി എന്നൊരു തോന്നൽ ഈ ചെറിയ കാലയളവിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു ചിലരും ടീമിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊട്ട് അവസരം ലഭിക്കുന്നില്ല. നമുക്ക് നിർത്താൻ പറഞ്ഞ് വിഷമം വരും സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 2-1 ഒരു വിജയത്തോടു കൂടി പരമ്പരയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നിൽ തന്നെയാണ്. 2 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രേക്ഷകർക്ക്